കണ്ടില്ല. ഇപ്പോ എന്താ പറയാ വിഷപ്പാമ്പുകൾ ഉണ്ടല്ലോ, കിണറിന്റെ ഉള്ളിൽ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കാമോ എന്നുള്ളൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും. അതായത് ഇപ്പോ കുറെ സ്ഥലത്തുനിന്ന് ഇപ്പൊ പിടിക്കുന്നുണ്ടല്ലോ, ചൂട് കൂടുതലൊരു സമയം കൂടിയാ. അത് ചേട്ടൻ എന്താ പറയുന്നത് അതിനെ പറ്റി? ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ആലുവ നിർത്തുന്ന ഒരു കിണറിനകന്ന് അത് 2 ദിവസമായിട്ട് അതിൻ്റെ അകത്ത് വീണ് കിടക്കുന്നുണ്ട്. പോയി നോക്കുമ്പോൾ കാണില്ലായിരുന്നു. അത് വിഷമില്ലാത്ത പാമ്പായിരുന്നു. അപ്പോൾ അവർ ചോദിച്ച ചോദ്യത്തിന് അന്ന് ആ വീഡിയോയിൽ മറുപടിയും പറഞ്ഞു, ഇപ്പൊ കിണറ്റിൽ വീണ് ഒരു വിഷപ്പാമ്പ് വീണാൽ അത് ചത്ത് ചീഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ വെള്ളം പിന്നെ ബ്ലീച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സമയം വിഷമുള്ള പാമ്പ് വീണ് കഴിഞ്ഞുകൊണ്ട് അത് ക്ലീൻ ചെയ്യണമെന്നൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല, നമുക്ക് ശരീരത്തിൽ ബാധിക്കില്ല. ധൈര്യമായിട്ട് കുടിക്കാം, കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ പാമ്പിന് പകയുണ്ടെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ചേട്ടൻ പറഞ്ഞു ഇമോഷണലി ഒരു എന്താ പറയാ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം കൂടി പാമ്പ് കാണിക്കാറില്ല എന്നുള്ളത്. ഇതൊക്കെ ഈ ഒരു തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ടിട്ട് ആളുകളിലേക്ക് ഈ തെറ്റിദ്ധാരണ പടർത്തി കൊടുക്കുമ്പോഴേക്കും ഒരുപാട് എന്താ പറയാ പേടി വരാനോ, അല്ലെങ്കിൽ പാമ്പിനെ എന്തോ ഒരു വലിയൊരു സംഭവമായിട്ട് കണ്ടിട്ട് അതിനകത്തുനിന്ന് മാറി നിൽക്കുന്നിട്ട് നമുക്ക് ഒരു പേടിയോടുകൂടി അതിനെ കാണേണ്ട വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലേ. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ സർപ്പ എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക കൂട്ടായ്മ ഉണ്ട്. അപ്പൊ അവര് അതിന് എന്തൊക്കെ കാര്യങ്ങളാണ് അവയർനെസ് കൊടുക്കാൻ ശ്രമിക്കുന്നത്? അതെ, 3000-ൽ പരം വോളണ്ടിയേഴ്സ് ഓൾ ഓവർ കേരളയാണ്. 3000-ൽ കൂടുതലുണ്ട്. അതില് ഓട്ടോ തൊഴിലാളിയുണ്ട്, ഡോക്ടറുണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്, എഞ്ചിനീയർ ഉണ്ട്, ബിസിനസ്മാൻ, അങ്ങനെ തുടങ്ങി സകല മേഖല ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഇതിനുള്ള പാഷൻ്റെ പുറത്തുനിന്ന് നടക്കുന്നത്. ഇതിൽ ഒരുപാട് പേര് സ്കൂളുകളിൽ, സ്കൂളുകൾ, കോളേജുകൾ, പിന്നെ റെസിഡൻസ് അസോസിയേഷൻ, പിന്നെ എന്തൊക്കെ ഈ പറഞ്ഞ പള്ളികൾ, എന്തൊക്കെ അമ്പലം, അങ്ങനത്തെ കൂട്ടായ്മകൾ അവിടെ വരുന്നു. അവിടെ എല്ലാം ക്ലാസ് എടുക്കാൻ വെച്ചാൽ ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. എങ്ങനെ വേണം നമ്മൾ ചെല്ലുമ്പോൾ അവരുടെ മുമ്പിൽ ഒരുപാട് ചോദ്യങ്ങളും സംശയങ്ങളുണ്ടാവും. ഈ ഒരു 2.5 മണിക്കൂർ 2 മണിക്കൂർ ക്ലാസ് കഴിയുന്നതോടുകൂടി അതിലൊരു 90% കുറച്ച് പേര് എന്തായാലും മാറൂല, അത് എല്ലായിടത്തും അവരിൽ നല്ല മാറ്റം വരാറുണ്ട്. വീട്ടിൽ ചെന്നാലും അതിനൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പോൾ നമ്മുടെ പേജിൽ സ്റ്റോറി ഇങ്ങനെ ഇന്ന സ്ഥലം എന്നൊക്കെ പാമ്പെന്ന് എടുക്കുമ്പോൾ ചിലരും പറയാറുണ്ട്, ഞാനിപ്പോൾ എല്ലാ ദിവസവും ബെഡ്ഷീറ്റ് കുടഞ്ഞിട്ട് കിടക്കാറുള്ളൂ, ഷൂ ഇടുമ്പോൾ ഞാൻ നോക്കാറുണ്ട്, വണ്ടിയിലെ ഹെൽമെറ്റ് ഞാൻ നോക്കാറുണ്ട്, പലരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട്. അതിനർത്ഥം ആ ഒരു മെസ്സേജ് അവരിലോട്ട് എത്തിയെന്നാണ്. ഇതേപോലെ സർപ്പ എന്നുള്ളത് ഈ വോളണ്ടിയേഴ്സ് കൊടുക്കുന്ന മെസ്സേജ് എല്ലായിടത്തും എത്തുന്നതുകൊണ്ട് ആളുകൾ നല്ല അവബോധമുണ്ട്. എങ്ങനെ പാമ്പ് എങ്ങനെ വരാം, വന്നാൽ എന്ത് ചെയ്യണം എന്നുള്ള കൃത്യമായ അവബോധം നടത്തുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ചെവിയുടെ ഉള്ളിൽ ഒരു ചേച്ചിയുടെ പാമ്പ് കയറിയിട്ട് ആ പാമ്പിന്റെ തല എനിക്കൊന്നും ഇങ്ങനെ പുറത്തോട്ടാണ് നിൽക്കുന്നത്. അതെങ്ങനെ കയറി എന്നൊക്കെ ഉള്ളൊരു സംശയം വരെ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഒരു സത്യാവസ്ഥ എന്താ? ശരിക്കും അങ്ങനെയൊക്കെ നടക്കാൻ ചാൻസ് ഉണ്ടോ? അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ ഇപ്പൊ എടുത്ത വലിപ്പത്തുള്ള ഒരു പാമ്പ് തന്നെയാണ് അതിൽ കാണിക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായി. കണ്ണൂർ തലശ്ശേരി ലിബിന എന്ന പെൺകുട്ടിയുടെ ചെവിൻ്റെ അകത്ത് ഒരു പാമ്പ് കയറി എന്നുള്ള രീതിയിലാണ്. ഒരു ബഡ്സ് ഇട്ടാൽ അതിന്റെ പകുതി ഇവിടം വരെ പോകുള്ളൂ. അവിടെയാണ് ഈ നീളമുള്ള പാമ്പ് കയറി തിരിച്ചു വന്നു പറയുന്നത്. അത് കംബോഡിയ എന്നുള്ള സംഭവമാണ്. അവർ വൈറലാകാൻ വേണ്ടി പാമ്പിന്റെ തലയുടെ ഭാഗം കട്ട് ചെയ്ത് ചത്ത പാമ്പാണ്. അത് ഇവിടെ നിന്ന് ഇങ്ങനെ കയറ്റി വെച്ചേക്കുന്നത്. ഇത്രയും കയറ്റി, അതായത് ആ പാമ്പിന്റെ തല മുതൽ ഇത്രയുള്ള ഭാഗം ഇവിടെ കയറ്റി വെച്ചേക്കുന്നത്. എന്നിട്ട് ഇതിനെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിന്റെ സത്യാവസ്ഥ. വൈറലാകാൻ വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങളും. പക്ഷെ ഇവിടുത്തെ അല്ലാതെ അത് 2024 വീഡിയോ വന്നിട്ടുണ്ട്. എന്റെ ഫേസ്ബുക്ക് പേജിൽ ആ വീഡിയോയിലെ കമന്റിൽ ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്തിട്ടുണ്ട്. 2024 ഇതേ വീഡിയോ വന്നതിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. പാമ്പ് വരാതിരിക്കാൻ ശരിക്കും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? നമ്മളൊരു എന്താ പറയാ മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാ. പാമ്പിന്റെ മെയിൻ ഭക്ഷണം എലിയാണ്. എലി വരുന്ന സ്ഥലങ്ങളിലെല്ലാം പാമ്പുകളുണ്ടാറുണ്ട്. നമ്മൾ എടുക്കുന്ന ചില വീഡിയോകൾ ഞാൻ ലൈവ് ഇടാറില്ല. അവിടെ ചെന്ന് കഴിയുമ്പോഴുള്ള അവസ്ഥ നമുക്ക് കാണുമ്പോൾ ചില വീടുകളൊക്കെ ചില ബുദ്ധിമാനുള്ളവർ ചില വീട്ടിലൊക്കെ പോയി പാമ്പിനെ എടുത്തിട്ടുണ്ട്. അവർ ശ്രദ്ധിക്കാണ്ട് ഫുഡ് വേസ്റ്റ് കൂട്ടിയിട്ട് നിറയെ എലി ഞാൻ നടക്കുമ്പോൾ എൻ്റെ കാലിൻ്റെ കൂടെ എലി ഓട്ടുന്ന സ്ഥലങ്ങൾ ഉണ്ട്. 2 സ്ഥലത്ത് എനിക്ക് അനുഭവം. പക്ഷെ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഈ എലി വരുന്നതിനനുസരിച്ച് പാമ്പുകൾ വീണ്ടും വരും. പാമ്പുകൾ മാത്രമല്ല ബാക്കി ജീവികളുണ്ട്. അതൊന്നാമത്തെ കാര്യം. എലി ഫുഡ് വേസ്റ്റുകൾ ഇടുന്നത് ഒഴിവാക്കുക. അതൊന്ന്. വീടിന് ചുറ്റും മാളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, വീടിന് ചുറ്റും മാളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് അടച്ചു വെക്കാം. ഈ മാളങ്ങൾ ഉണ്ടാക്കുന്ന എലിയാണ്. എലിനെ തപ്പി പാമ്പ് അകത്തോട്ട് പോകും. അതിനവിടെ നല്ല സ്ഥലമാണ്. അതിൻ്റെ അകത്ത് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എലി ഫുഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ തന്നെ കൂടും. എലി അതിൻ്റെ അകത്ത് കയറി കഴിയുന്ന വെച്ചാൽ വീടിൻ്റെ അടിഭാഗം തുറക്കും. ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാവും. അതുണ്ട്. പിന്നെ ഇവർക്ക് ഒളിക്കാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളതാണ്. എവിടെയൊക്കെ, അതായത് പാമ്പുകളിനെ, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കണേണ്, ഇവിടെ നോക്കിയാൽ അറ്റം വരെ നമുക്ക് ഇങ്ങനെ നോക്കിയാൽ കാണാവുന്ന സാഹചര്യമാണ് പാമ്പ്. ഇവരെപ്പോഴും ഒരു മറ പറ്റിയേ നിൽക്കുള്ളൂ. ഒരു ഇലയാണെങ്കിൽ കൂടി, ഒരു കുപ്പിയുടെ മൂടിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ ചുറ്റിരിക്കും, അവിടെ ചുറ്റിരിക്കും. നമ്മളിൽ നിന്ന് എപ്പോഴും അകന്ന് നിൽക്കാനേ നോക്കുള്ളൂ. ഒളിക്കാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ ചേട്ടന് ഏറ്റവും മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു അനുഭവമോ കാര്യങ്ങളോ ഉണ്ടോ? അല്ലെങ്കിൽ ഇത്തിരി പേടിച്ചു പോയിട്ടുള്ള ഒരു സന്ദർഭമോ കാര്യങ്ങളോ ഉണ്ടോ? പേടിച്ചതുണ്ടായിട്ടുണ്ട്. നമ്മൾ എൻ്റെ വീടിൻ്റെ അടുത്ത്
എളമക്കരയിൽ ഒരു അണലീൻ്റെ കേസ്. അവർ എന്നോട് പറഞ്ഞത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, എന്നോട് പറഞ്ഞാലുള്ളൊരു തെറ്റുണ്ടായി. അത് പറഞ്ഞ് വട്ടത്തിൽ വളയുള്ള പാമ്പെന്ന് പറഞ്ഞു. അപ്പോൾ ചുവർപ്പാമ്പ് ആവശ്യമില്ലാത്ത പാമ്പാന്നുള്ള മുൻധാരണയോടുകൂടി ഞാനിങ്ങനെ ചെടിയുടെ ഇടയിൽ ഇങ്ങനെ കൈ മാറ്റുമ്പോൾ നല്ല വലിപ്പമുള്ളൊരു അണലിയാണ്. അണലിയുടെ അറിയാലോ, പുള്ളി ചാടിക്കടിക്കും. ആ ഒരു അറ്റ സെക്കൻഡിൽ ഞാൻ ശരിക്കും പേടിച്ചിട്ടുണ്ടായി. അതുകൊണ്ട് കൂടി പിന്നെ ഏത് പാമ്പെന്ന് പറഞ്ഞാലും നമ്മൾ ആ മുൻധാരണ മാറ്റി വിഷമുള്ളതാണെങ്കിൽ ആ രീതിയിലേ പോകുള്ളൂ. പിന്നെ ഒരു അനുഭവം ഈ അടുത്തൊരു വീട്ടിൽ റെസ്ക്യൂ പോയപ്പോഴാണ്. വളരെ നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സ്വർഗത്തിലാണെന്ന് തോന്നുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് ഓടിട്ട വീട്, വളരെ അതായത് ഇടിഞ്ഞു പൊളിഞ്ഞാറിയ വീടാണ്. അവരുടെ അടുക്കളയിൽ നിന്ന് ഒരു ഹോള് പോയിട്ട് ബെഡ്റൂമിൻ്റെ അകത്ത് വരെ ഉണ്ട് എലി മാന്തിയിട്ട്. അതിൻ്റെ അകത്ത് 2 കുഞ്ഞുങ്ങൾ, 2 പെൺകുഞ്ഞുങ്ങളും ഉണ്ട്. ആ ചേട്ടൻ, ചേച്ചി, ആ അമ്മയുണ്ട്. അവർ നമ്മൾ കുടുംബമൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവിടെ ഒന്നും ചെയ്യാനും പറ്റില്ല. അതിൻ്റെ ഇടയിലാണ് അവർ ജീവിക്കുന്നത്. ആ ഒരു ഒരു മുറി 2 മുറി ഹാളുള്ള വീട്ടിൽ ആണ് അവർ ജീവിക്കുന്നത്. അതിനെ എന്തൊക്കെ ചെയ്താലും തറ പൊളിക്കാണ്ട് പാമ്പിനെ എടുക്കാൻ പറ്റില്ല. പിന്നെ എന്നെ കൊണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ ആ ഭാഗം അടച്ചിട്ട് പോരാന്ന് മാത്രമേ ഉള്ളൂ. അടച്ചിട്ട് പോരുകയും ചെയ്തു. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടാറുമില്ല. നമ്മൾ ജീവിക്കുന്ന സ്വർഗത്തിലാണ് ഉള്ളത്. അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി ബോധ്യമാണ്. പിടിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പ് രാജവെമ്പാല. രാജവെമ്പാല റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി അകുമ്പേല് പുള്ളി അജയഗിരിയുടെ കൂടെ പോയിട്ടുണ്ട്. നമ്മളിവിടെ ഈ ഭാഗത്ത് ഇല്ല. പിന്നെ പിടിച്ച മലമ്പാമ്പ് അത്യാവശ്യം നല്ല നീളം കൊണ്ടുള്ള മലമ്പ കളമശ്ശേരിന്ന് പിടിച്ചിട്ടുണ്ട്. മൂർഖനെ കിട്ടാറുണ്ട്, നല്ല വെയിറ്റുള്ള അണലീനെ കിട്ടിയിട്ടുണ്ട്, ഒക്കെ കിട്ടാറുണ്ട്. ഇപ്പൊ സെലിബ്രിറ്റീസിന്റെ വീട്ടിൽ നിന്ന് ഏതെങ്കിലും പാമ്പിനെ പിടിച്ചിട്ടുണ്ടോ? നമ്മുടെ ആലുവയില് ദിലീപേന്റെ വീട്ടിൽ നിന്ന്, സിനിമ ദിലീപേന്റെ വീട്ടിൽ നിന്ന് ഒരു മലമ്പാമ്പിനെ എടുത്തിട്ടുണ്ട്. കറക്റ്റ് ഇപ്പോൾ 1 വർഷമാണ്, കഴിഞ്ഞ വർഷം എടുത്തത്. അവരുടെ വീട്ടിൽ കാർ പോർച്ചിൽ മലമ്പാമ്പിനെ കാണുന്നു പറഞ്ഞ് ആദ്യം വിളിച്ചു. ഞാൻ ദിലീപ്. അപ്പോൾ ഏത് ദിലീപാന്ന് വെച്ചു. എനിക്ക് നമ്പറൊന്നും അറിയില്ല. ദിലീപ് എൻ്റെ വീട്ടിലൊരു പാമ്പുണ്ട്, വലിയ കാട്ട പാമ്പാണ്, ഒന്ന് ചെയ്യാമോ? ഞാൻ പറഞ്ഞ് ഞാൻ വരാം. അന്നപ്പോൾ ആലുവയിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിന്ന് ഓടിപ്പോയതാണ്. അതിനെ പോയി പിടിച്ചു. പുള്ളി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ അത് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാവരും സംശയം സ്റ്റാറ്റസ് ഇട്ടു. എല്ലാ സംശയം കാവ്യനെ കണ്ടോന്ന്. കാവ്യമോദനെ കണ്ടോന്ന്. കാരണം ഇപ്പോഴും ആളുകളില് കാവ്യമോദൻ ഒരു താരം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞത് അതെ, കാവ്യമോദനാണ് നാരംകൊള്ളം കൊണ്ട് എനിക്ക് തന്നെന്ന് നിർത്തി. അത് കൊള്ളാം. ഓക്കെ, ഇപ്പൊ ഇനിയിപ്പോ എന്താ പറയാ, ചേട്ടൻ ഇവിടെ ഓഫീസും കാര്യങ്ങളൊക്കെ വേറെ എന്തെങ്കിലും വർക്ക് ഉണ്ടോ? അത് സൈഡ് ആയിട്ടാണ് ബിസിനസ് ആണ് കാര്യം. ഇതൊരു വോളണ്ടറി സർവീസ് ആണ്. സർപ്പയുടെ സേവനം എന്ന് വെച്ചാൽ വോളണ്ടറി ആണ്. നിങ്ങൾക്ക് ഏത് നിമിഷം സർപ്പ എന്നൊരു ആപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വൈൽഡ് വാച്ച്. അത് ആൻഡ്രോയിഡിലുണ്ട്, ഐഫോണുണ്ട്. അതിൽ നിങ്ങൾക്ക് കയറി ആസ് യൂഷ്വൽ ഫോൺ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുക. വീട്ടിൽ പാമ്പിനെ കണ്ട ആ സംഗതി നമ്മൾ റിപ്പോർട്ട് ചെയ്യൽ, അല്ലെങ്കിൽ അടുത്തുള്ള GPS ബേസിലാണ്. ഇപ്പം നിങ്ങളിപ്പോൾ സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ ഇപ്പം തൊട്ടടുത്തുള്ളത് എന്നെ കാണിക്കും, പിന്നെ വേറെ അടുത്തുള്ളവരൊക്കെ കാണിക്കും. നമ്പർ എടുത്ത് ഡയറക്റ്റ് വിളിക്കാം. അങ്ങനെ സംവിധാനമുണ്ട്. അല്ലാണ്ട് കുറെ ആൾക്കാരുണ്ടല്ലോ ഇതിനകത്തൊന്നും പെടാത്ത, എന്താ പറയാ, നേരത്തെ മുതൽ ഇങ്ങനെ പാമ്പ് പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആരും തന്നെ ഇപ്പൊ സീനിലില്ല. ഇല്ല, ഈ ഒരു സിനിമയിലില്ല. ഇവര് സിനിമയിലില്ല. കാരണം അത് ഈ രീതിയിൽ പിടിക്കാനായി പിടിച്ചോ. അല്ലാതെ പണ്ടത്തെ പോലെ പാമ്പിനെ എടുത്ത് ഒപ്പന കളിക്കാനും മൊത്തം വെക്കാനാണ് വേണ്ട. കാരണം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ട്രോങ് ആണ്. ഷെഡ്യൂളിലുള്ള ജീവി ആയതുകൊണ്ട് ഈ സാധനത്തിനെ വെച്ച് കളിച്ചാൽ കേസാവും. അതുകൊണ്ട് ഇപ്പൊ പലരും ഇല്ല, ഇപ്പൊ കേരളത്തിന് പുറത്തു പോയൊക്കെയാണ് വീഡിയോ എടുക്കുന്നത്. കേരളത്തിൽ വെച്ചാൽ പരിപാടി നടക്കൂല. നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചാൽ ആളുകളുടെ സ്നേക്ക് ബൈറ്റ് കേസ് കുറക്കാൻ, മരണം കുറക്കുക. അതാണ് നമ്മുടെ വെച്ചാൽ കേരള സർക്കാരിന്റെ സർപ്പയുടെ ലക്ഷ്യം. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കുറച്ചുകൂടി എന്താ പറയാ സപ്പോർട്ടാണ് ഈ ഒരു കാര്യത്തിൽ. സപ്പോർട്ടാണ്. ഇനി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനുണ്ട്. ഇല്ല, മിക്കവരും അവരവരുടെ ജോലി കളഞ്ഞിട്ടൊക്കെയാണ്. ഇപ്പൊ ഞാനിപ്പോ എന്റെ ഓഫീസിൽ തിരക്കിന്റെ ഇടയിലാണ് ഇവിടെ വന്നത്. അവർക്ക് കുറച്ച് സപ്പോർട്ട് കേരള സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഓക്കെ, താങ്ക് യു സോ മച്ച് ചേട്ടാ. കാണാം.